നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ LGSന്റെ സിലബസ് കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മുടെ 10ാമത്തെ ക്ലാസ് ആണ് ഇന്നല്ലേ, 10ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തോടുകൂടി 10 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നാളെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഇത്രയും ദിവസം അതായത് 10 ദിവസം നടത്തിയ ക്ലാസ്സിൻ്റെ ഒരു എക്സാം നാളെ ഉണ്ടാവും. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടാവും, ഇതുവരെ പഠിച്ചതും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലോണം പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം വരുന്ന വീഡിയോയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നത് എന്നതും കമൻറ്റ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏതാണ്? മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏതാണ്? ഏതാ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി? ഓപ്ഷൻ സി ആണ്. ഡോട്ട്സ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ ഏതാണ്? തന്നിരിക്കുന്നതിൽ ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്. ഡോട്ട്സ് ആണ്. ഡോട്ട്സ് ആണ് ഏർക്ക് കൊടുക്കുന്നത്? ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ എന്ന് പറയുന്നത്. ഇനി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ഓപ്ഷൻ ബി ആണ്. ക്ഷയരോഗമാണ് എന്തറിയപ്പെടുന്നത്? രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം: ബോട്ടുലിസം പരത്തുന്ന രോഗകാരി ആരാണ്? ബോട്ടുലിസം പരത്തുന്ന രോഗകാരി ആരാണ്? ആരാ ബോട്ടുലിസം പരത്തുന്നത്? ക്ലോസ്ട്രിഡിയം ആണ്. ഓപ്ഷൻ ഡി ആണ്. ക്ലോസ്ട്രിഡിയം ആണ് ബോട്ടുലിസം എന്ന രോഗം പരത്തുന്ന രോഗകാരി. ചോദിച്ചാൽ ആരാ? ക്ലോസ്ട്രിഡിയം ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം: ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്ന ശരീരഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ്. ശ്വാസകോശമാണ്. ശ്വാസകോശമാണ്. ഇനി ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം എത്രയാണ്? ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണമാണ്. 5 എണ്ണമാണ്. ഓപ്ഷൻ സി ആണ്. 5 എണ്ണമാണ്. ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 5 എണ്ണമാണ്. ഡോട്ട്സ് നമ്മൾ പറഞ്ഞു ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഇത് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് കേട്ടോ. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഇതിൽ 5 മരുന്നുകളാണ് എന്ത് കൊടുക്കുന്നത്? ഒരേ സമയം ഡോട്ട്സിലൂടെ നൽകുന്നത് കേട്ടോ. ഇത് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ക്ഷയരോഗം പരത്തുന്ന രോഗകാരി ആരാണ്? ക്ഷയരോഗം പരത്തുന്ന രോഗകാരി ആരാ? ഓപ്ഷൻ എ ആണ്. ട്യൂബറിക്കിൾ ബാസില്ലസ് ആണ് അല്ലേ? ഓപ്ഷൻ എ ട്യൂബറിക്കിൾ ബാസില്ലസ് ആണ്. ഇനി സിഫിലിസ് രോഗം പരത്തുന്ന രോഗകാരി ആരാണ്? സിഫിലിസ് രോഗം പരത്തുന്ന രോഗകാരി ആരാ? ഓപ്ഷൻ എ ആണ്. ട്രിപ്പൊലിമ പല്ലിഡമാണ്. ഓപ്ഷൻ എ ട്രിപ്പൊലിമ പല്ലിഡം. സിഫിലിസ് രോഗം പരത്തുന്ന രോഗകാരി വെച്ചാൽ ഏതാ? ട്രിപ്പൊലിമ പല്ലിഡമാണ്. ഇനി ടൈഫോയിഡ് പരത്തുന്ന രോഗകാരി ആരാ? ടൈഫോയിഡ് പരത്തുന്ന രോഗകാരി ഓപ്ഷൻ ഡി ആണ്. സാൽമോണെല്ല ടൈഫി ആണ്. ടൈഫോയിഡ് ടൈഫി ടൈഫോയിഡ് രോഗം പരത്തുന്നത് സാൽമോണെല്ല ടൈഫി. അപ്പോൾ ടൈഫോയിഡ് ടൈഫി എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ടെറ്റനസ് പരത്തുന്ന രോഗകാരി ആരാണ്? ടെറ്റനസ് പരത്തുന്ന രോഗകാരി ആരാ? ഓപ്ഷൻ എ ആണ്. ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണ്. ഓപ്ഷൻ എ ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഇവിടെയുണ്ട് ടെറ്റനസ് ടെറ്റനി. ടെറ്റനസ് ടെറ്റനി. ഇനി വില്ലൻ ചുമ പരത്തുന്ന രോഗകാരി ആരാ? വില്ലൻ ചുമ പരത്തുന്ന രോഗകാരി ആരാ? ഓപ്ഷൻ സി ആണ്. ബോർഡേറ്റല്ല പെർട്ടൂസിസ് ആണ്. ഓപ്ഷൻ സി ബോർഡേറ്റല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമ പരത്തുന്ന രോഗകാരി ചോദിച്ചാൽ ആരാ? ബോർഡേറ്റല്ല പെർട്ടൂസിസ് ആണ്. ഇനി ന്യൂമോണിയ പരത്തുന്ന രോഗകാരി ആരാ? ന്യൂമോണിയ എന്ന രോഗം പരത്തുന്ന രോഗകാരി ആരാ? ഓപ്ഷൻ ബി ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ന്യൂമോണിയ രോഗം പരത്തുന്ന ആരാ? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. 13ാമത്തെ ചോദ്യം: ആന്ത്രാക്സ് എന്ന രോഗം പരത്തുന്ന രോഗകാരി ആരാ? ആന്ത്രാക്സ് എന്ന രോഗം പരത്തുന്ന രോഗകാരി ഓപ്ഷൻ എ ആണ്. ബാസില്ലസ് ആന്ത്രാസിസ് ആണ്. ഓപ്ഷൻ എ ബാസില്ലസ് ആന്ത്രാസിസ്. ബാസില്ലസ് ആന്ത്രാസിസ്. ഇനി കുഷ്ഠരോഗം പരത്തുന്ന രോഗകാരി ആരാണ്? കുഷ്ഠരോഗം പരത്തുന്ന രോഗകാരി ആരാ കുഷ്ഠരോഗം പരത്തുന്നത്? ഓപ്ഷൻ ഡി ആണ്
മൈക്രോബാക്ടീരിയം ലെപ്രയാണ് കേട്ടോ. മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. കുഷ്ഠരോഗം പരത്തുന്ന രോഗകാരി ചോദിച്ചാൽ ആരാ? മൈക്രോബാക്ടീരിയം ലെപ്രയാണ്. ഇനി കോളറ പരത്തുന്ന രോഗകാരി ആരാണ്? കോളറ പരത്തുന്ന രോഗകാരി, കോളറ രോഗം പരത്തുന്ന രോഗകാരി ആരാ? ഓപ്ഷൻ എ ആണ്, വിബ്രിയോ കോളറയാണ്. ഓപ്ഷൻ എ വിബ്രിയോ കോളറയാണ്. ഇനി 16ാമത്തെ ചോദ്യം, സൂപ്പർ ബഗ് ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? സൂപ്പർ ബഗ് ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, ആനന്ദ മോഹൻ ചക്രവർത്തി ആട്ടോ. ഓപ്ഷൻ സി, ആനന്ദ മോഹൻ ചക്രവർത്തി. സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനെ ചോദിച്ചാൽ ആരാ? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ഇനി കപ്പലിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായിട്ട് ഉപയോഗപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? കപ്പലിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, സൂപ്പർ ബഗ് ബാക്ടീരിയ ആണ്. കപ്പലിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയ ചോദിച്ചാൽ ഏതാ? സൂപ്പർ ബഗ് ബാക്ടീരിയ ആണ്. ഇനി വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഡാഷ്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഡാഷ്. ഏതാ? ബാക്ടീരിയ ആണ് അല്ലേ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ഏത്? ബാക്ടീരിയ. അപ്പോൾ നമ്മൾ ബാക്ടീരിയയെ കുറിച്ച് ഏതൊക്കെ രോഗങ്ങളാണ് പഠിച്ചത്? ഒന്ന് കോളറ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോളറ ഏതാ? വിബ്രിയോ കോളറ അല്ലേ. കോളറ രോഗം പരത്തുന്ന ബാക്ടീരിയ ചോദിച്ചാൽ ഏതാ? വിബ്രിയോ കോളറയാണ്. അതുപോലെ ക്ഷയം പരത്തുന്ന ആരാ? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അല്ലേ. ക്ഷയം പരത്തുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. അതുപോലെ കുഷ്ഠം പഠിച്ചു വെക്കുക. കുഷ്ഠം ഏതാ? മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്. കുഷ്ഠരോഗം പരത്തുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്. ടെറ്റനസ് പരത്തുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ്. ടെറ്റനസ് പരത്തുന്നത് ആരാ? ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ്. ഡിഫ്തീരിയ പരത്തുന്ന ആരായിരുന്നു? ഡിഫ്തീരിയ കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയ രോഗം പരത്തുന്നത് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. അടുത്തത് ടൈഫോയിഡ്. ടൈഫോയിഡ് ആരായിരുന്നു? സാൽമോണല്ല ടൈഫി അല്ലെ. ടൈഫോയിഡ് ടൈഫി. സാൽമോണല്ല ടൈഫി ആണ് ടൈഫോയിഡ് രോഗം പരത്തുന്നത്. സാൽമോണല്ല ടൈഫി. ഇനി വില്ലൻ ചുമയാണെങ്കിൽ ആരാ? വില്ലൻ ചുമ ബോർഡേറ്റല്ല പെർട്ടൂസിസ് അല്ലെ. വില്ലൻ ചുമാരായിരുന്നു ബോർഡേറ്റല്ല പെർട്ടൂസിസ്. ഇനി പ്ലേഗ് ഒരു ബാക്ടീരിയ രോഗമാണ്. യെർസീന പെസ്റ്റിസ് കേട്ടോ. പ്ലേഗ് ആരാ വരുന്നത്? യെർസീനിയ പെസ്റ്റിസ് ആണ്. യെർസീനിയ പെസ്റ്റിസ്. ഇനി എലിപ്പനി വരുത്തുന്ന ആരാ? എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ. ഓർത്ത് നോക്കുക, എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ചോദിച്ചാൽ ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ ആണ് കേട്ടോ. എലിപ്പനിയുടെ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ. അതുപോലെ വേറെ ഒന്നാണ് ഗൊണേറിയ. ഗൊണേറിയ ബാക്ടീരിയ ആണ്. ഗൊണേറിയ നിസേറിയ ഗൊണേറിയ കേട്ടോ. ഗൊണേറിയ വരുന്ന രോഗകാരി ചോദിച്ചാൽ ഏതാ? നിസേറിയ ഗൊണേറിയ ആണ്. ഇനി സിഫിലിസ് രോഗം വരുന്നത് ട്രിപ്പോനിമ പല്ലിടം. ട്രിപ്പോനിമ പല്ലിടമാണ്. പിന്നെ ആന്ത്രാക്സ് ഒരു ബാക്ടീരിയ രോഗമാണ്. ആരാ വരുന്നത്? ബാസിലസ് ആന്ത്രാസിസ് അല്ലെ. ആന്ത്രാക്സ് രോഗം വരുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണ്. പിന്നെ തൊണ്ടകാറല്ലേ, നമ്മളെ തൊണ്ടയൊക്കെ ഇടയ്ക്ക് കാറും പോലെ തോന്നില്ല, അതൊരു ബാക്ടീരിയ രോഗമാണ്. പരത്തുന്ന ആരാന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് ആണ് കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ്. തൊണ്ടകാറിൽ ആരാ വരുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ആണ്. പിന്നെ ഭക്ഷ്യവിഷബാധ ബാക്ടീരിയ മൂലം ഉണ്ടാകാറുണ്ട്. അത് സാൽമോണല്ല, അതുപോലെ സ്റ്റൈഫലോകോക്കസ്, പിന്നെ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ഇതൊക്കെ എന്താണ്? ഭക്ഷ്യവിഷബാധ കാരണമാകുന്ന ബാക്ടീരിയകളാണ്. ഇനി അടുത്തത് 19ാമത്തെ ചോദ്യം, എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത വർഷം ഏതാണ്? എയ്ഡ്സ് ലോകത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത വർഷം ഏതാണ്? ഏത് വർഷം? 1981. ഓപ്ഷൻ സി ആണ്, 1981. ആ ലോകത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നിപ്പ വൈറസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? നിപ്പ വൈറസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? നിപ്പ വൈറസ് എവിടെയായിരുന്നു? സിലിഗുരു ആണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ സിലിഗുരു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിപ്പ വൈറസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി 21ാമത്തെ ചോദ്യം, കേരളത്തിൽ കോഴിക്കോട് പനിമരണത്തിന് കാരണമായ പുതിയ ഇനം വൈറസ് ഏതാണ്? കേരളത്തിൽ കോഴിക്കോട് പനിമരണത്തിന് കാരണമായ പുതിയ ഇനം വൈറസ് ആയിരുന്നു ഏത്? നിപ്പ വൈറസ് അല്ലെ. ഓപ്ഷൻ എ നിപ്പ വൈറസ്. ഇനി കേരളത്തിൽ നിപ്പ വൈറസ് ബാധ കണ്ടെത്തിയ ഏത് ഡോക്ടറിനാണ് സർക്കാർ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചത്?
കേരളത്തിൽ നിപ്പ വൈറസ് ബാധ കണ്ടെത്തിയ ഏത് ഡോക്ടറിനാണ് സർക്കാർ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചത്? ആർക്കായിരുന്നു? ഓപ്ഷൻ എ ആണ് ഡോക്ടർ എ.എസ്. അനൂപ് കുമാർ ആണ്. ഡോക്ടർ എ.എസ്. അനൂപ് കുമാർ. ഇനി ലോകാരോഗ്യ സംഘടന അടുത്തിടെ അനുസ്മരിച്ച ആതുര ശുശ്രൂഷകളിൽപ്പെട്ട മലയാളി നഴ്സ് ആരാണ്? ലോകാരോഗ്യ സംഘടന അടുത്തിടെ അനുസ്മരിച്ച ആതുര ശുശ്രൂഷകളിൽ ഉൾപ്പെട്ട മലയാളി നഴ്സ് ആരായിരുന്നു? ലിനി പുതുശ്ശേരിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ലിനി പുതുശ്ശേരിയാണ്. ഇനി കേരളത്തിൽ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കിക്കൊണ്ട് ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രം ഏതായിരുന്നു? ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രം വൈറസ് ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് വൈറസ് എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. കേരളത്തിൽ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കിക്കൊണ്ട് ആരായിരുന്നു സംവിധാനം ചെയ്തത്? ആഷിഖ് അബു സംവിധാനം ചെയ്തതാണ് ഇത് വൈറസ് എന്ന് പറയുന്ന സിനിമ. ഇനി 25ാമത്തെ ചോദ്യം, എബോള രോഗം പകരുന്നതിന് കാരണമാകുന്നത് എന്താണ്? എബോള എന്ന് പറയുന്ന രോഗം പകരുന്നതിന് കാരണമാകുന്നത് എന്താ? ഓപ്ഷൻ ബി ആണ് ചിമ്പാൻസി ആട്ടോ. ചിമ്പാൻസിയാണ് എബോള എന്ന രോഗം പകരുന്നതിന് കാരണമാകുന്ന ജീവി ചോദിച്ചാൽ ഏതാ? ചിമ്പാൻസിയാണ്. ഇനി പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവിയാണ് ഡാഷ്. ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് വൈറസ് ആണ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവിയാണ് ഇത് വൈറസ്. ഇനി എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? നമ്മൾ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. 1981 ലോകത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അത് ഏത് രാജ്യത്താ? ഓപ്ഷൻ എ ആണ് അമേരിക്കയിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 28ാമത്തെ ചോദ്യം, RNA ഉള്ള വൈറസ് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? RNA ഉള്ള വൈറസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റിട്രോ വൈറസ് എന്നാട്ടോ. ഓപ്ഷൻ ബി ആണ് റിട്രോ വൈറസ്. RNA ഉള്ള വൈറസ് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? റിട്രോ വൈറസ് എന്ന പേരിലാണ്. ഇനി 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷം ചോദിച്ചാൽ 1986 ഓപ്ഷൻ എ ആണ് 1986 ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത വർഷം ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് 1987 1987 കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്? വർഷം നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? 86 ഇവിടെ 86 റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ്? എവിടെയാ? ചെന്നൈയിലാട്ടോ. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. 32ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ചോദിച്ചാൽ ഏതാ? നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. ഓപ്ഷൻ ബി ആണ് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ചോദിച്ചാൽ ഏതാ? പത്തനംതിട്ടയാണ്. ഇനി ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാ? പത്തനംതിട്ടയാണ് അല്ലെ. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് ഇത് പത്തനംതിട്ട. ഇനി ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഡിസംബർ 1 നമുക്കറിയാം എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 1 എന്ന് പറയും അല്ലേ. അത് ഏത് വർഷം മുതലാണ് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്? ഏത് വർഷം മുതലാണ്? 1988 മുതലാണ്. 1988 മുതലാണ് ഇത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഇനി എയ്ഡ്സിന്റെ ചിഹ്നം എന്താണ്? എയ്ഡ്സിന്റെ ചിഹ്നം എന്താണ്? എന്താ എയ്ഡ്സിന്റെ ചിഹ്നം? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ചുവന്ന റിബൺ ആണ് അല്ലെ. റെഡ് റിബൺ ആണ് ഇത്. ചുവന്ന റിബൺ ആണ് എന്ത്? എയ്ഡ്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഇനി ഡെങ്കിപ്പനിയുടെ രോഗകാരി ആരാണ്? ഡെങ്കിപ്പനിയുടെ രോഗകാരി ആരാ? ഫ്ലാവി വൈറസ് ആണല്ലേ. ഓപ്ഷൻ ബി ഫ്ലാവി വൈറസ്. ഡെങ്കിപ്പനിയുടെ രോഗകാരി ആരാ? ഫ്ലാവി വൈറസ് ആണ്. ഇനി 37ാമത്തെ ചോദ്യം, കുരങ്ങ് പനിയുടെ രോഗകാരി ആരാ? കുരങ്ങ് പനിയുടെ രോഗകാരി ആരാ? KFD വൈറസ് ആട്ടോ. ഓപ്ഷൻ സി ആണ് KFD വൈറസ് ആണ് എന്തിന് കാരണം? കുരങ്ങ് പനിക്ക് കാരണം. ഇനി പന്നിപ്പനിയുടെ രോഗകാരി ഏതാ? പന്നിപ്പനിയുടെ രോഗകാരി
ആരാ? H1N1 ആണല്ലോ. ഓപ്ഷൻ ഡി H1N1 ആണ്. അങ്ങനെയാണെങ്കിൽ പക്ഷിപ്പനിയുടെ രോഗകാരി ആരാ? പക്ഷിപ്പനിയുടെ രോഗകാരി എന്ന് പറയുന്നത് H5N1 ആണ്. ഓപ്ഷൻ ബി ആണ്. H5N1 ആണ് ഇത് പക്ഷിപ്പനിയുടെ രോഗകാരി. ഇനി അഞ്ചാം പനി എന്ന രോഗത്തിന്റെ രോഗകാരി ആരാ? അഞ്ചാം പനി എന്ന രോഗത്തിന്റെ രോഗകാരി ആരാ? അഞ്ചാം പനി എന്ന രോഗത്തിന്റെ രോഗകാരി ഓപ്ഷൻ സി ആണ്. റൂബിയോള വൈറസ് ആണ്. അഞ്ചാം പനി എന്ന രോഗത്തിന്റെ രോഗകാരി ആരാ? റൂബിയോള വൈറസ് ആണ്. ഇനി എബോള രോഗത്തിന്റെ രോഗകാരി ആരാ? എബോള രോഗത്തിന്റെ രോഗകാരി ഓപ്ഷൻ എ ആണ്. എബോള വൈറസ്. എബോള രോഗത്തിന്റെ രോഗകാരിയാണ് ആര്? എബോള വൈറസ്. ഇനി മുണ്ടിനീര് രോഗത്തിന്റെ രോഗകാരി ആരാ? മുണ്ടിനീര് രോഗത്തിന്റെ രോഗകാരി ഓപ്ഷൻ സി ആണ്. മിക്സോ വൈറസ് ആണ്. മുണ്ടിനീര് മിക്സോ വൈറസ്. 43 പോളിയോ രോഗത്തിന്റെ രോഗകാരി ആരാ? പോളിയോ രോഗത്തിന്റെ രോഗകാരി ഓപ്ഷൻ ബി ആണ്. വൈറസ് ആണ്. സോറി, ഓപ്ഷൻ ബി പോളിയോ വൈറസ് അല്ലെ. പോളിയോ രോഗത്തിന്റെ രോഗകാരി ചോദിച്ചാൽ ആരാ? പോളിയോ വൈറസ് ആണ്. 44ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന്റെ രോഗകാരി ആരാ? എയ്ഡ്സ് രോഗത്തിന്റെ രോഗകാരി ആരാ? HIV വൈറസ് ആണ് അല്ലേ. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ്. ഓപ്ഷൻ ഡി ആണ്. HIV വൈറസ് ആണ്. 45 ജലദോഷം പരത്തുന്ന രോഗകാരി. ജലദോഷം പരത്തുന്ന രോഗകാരി ചോദിച്ചാൽ ആരാ? റൈനോ വൈറസ് ആണ്. ഓപ്ഷൻ സി റൈനോ വൈറസ്. ജലദോഷം പരത്തുന്ന രോഗകാരി ആരാ? റൈനോ വൈറസ് ആണ്. ഇനി വസൂരി രോഗം പരത്തുന്ന രോഗകാരി ആരാ? വസൂരി രോഗം പരത്തുന്ന രോഗകാരി ആരാ? വസൂരി പരത്തുന്നത് വേരിയോള വൈറസ് ആണ്. ഓപ്ഷൻ എ വേരിയോള വൈറസ്. വസൂരി രോഗം പരത്തുന്ന രോഗകാരി ചോദിച്ചാൽ ആരാ? വേരിയോള വൈറസ് ആണ്. ഇനി ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പ്രഭാവലയം എന്നാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. പ്രഭാവലയം എന്നാണ്. ഇനി എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് എന്തിനാ? നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്. ലിംഫോസൈറ്റിനെയാണ് എന്ത് ബാധിക്കുന്നത്? എയ്ഡ്സ് രോഗം ബാധിക്കുന്നത്. 49ാമത്തെ ചോദ്യം, WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യത്തെ വാക്സിൻ. അതായത് കൊറോണ വന്ന സമയത്ത് WHO, കൊറോണയാണ് ചോദ്യം, കൊറോണ വന്ന സമയത്ത് WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യത്തെ വാക്സിൻ ഏതാണ്? ഏത് വാക്സിൻ? ഓപ്ഷൻ എ ആണ്. ഫൈസർ വാക്സിൻ ആണ്. ഓപ്ഷൻ എ ഫൈസർ വാക്സിൻ ആണ്. 50ാമത്തെ ചോദ്യം, പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരെന്താണ്? പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് ചോദിച്ചാൽ എന്തായിരുന്നു? COVID-19 എന്നായിരുന്നു അല്ലേ. COVID-19 എന്നാണ്. 51ാമത്തെ ചോദ്യം, COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താ? COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. SARS-CoV-2 ആണ്. ഓപ്ഷൻ ഡി SARS-CoV-2 ആണ്. SARS സാഴ്സ് പിന്നെ CoV-2 എന്നാണ്. ഇനി കൊറോണ ഏത് തരം രോഗമാണ്? കൊറോണ ഏത് തരം രോഗമാണ്? ഏതാ? പാൻഡമിക് ആണ്. ഓപ്ഷൻ എ ആണ്. പാൻഡമിക് ആണ്. അതായത് ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് രോഗം പകരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? പാൻഡമിക് രോഗങ്ങൾ എന്നാണ് പറയാറ്. ഇനി 53ാമത്തെ ചോദ്യം, COVID-19 ഏത് കുടുംബത്തിൽപ്പെട്ട വൈറസാണ്? COVID-19 ഏത് ഇനത്തിൽപ്പെട്ട വൈറസാണ്? ഏത് കുടുംബത്തിൽപ്പെട്ട വൈറസാണ്? ഏത് കുടുംബ? കൊറോണ വിരിഡയാണ്. ഓപ്ഷൻ എ ആണ്. കൊറോണ വിരിഡയാണ്. 54 COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? കൊറോണ വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ ലീവൻ ലിയാങ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ ലീവൻ ലിയാങ് ആണ് ഏത് കണ്ടുപിടിച്ചത്? കൊറോണ വൈറസ് കണ്ടുപിടിച്ചത്. ഇനി ഡോക്ടർ ഡീവൻ ലിയാങ് കൊറോണ വൈറസ് നൽകിയ പേരെന്താണ്? ഡോക്ടർ ലീവൻ ലിയാങ് ആണ് കൊറോണ വൈറസ് കണ്ടുപിടിച്ചത്. അദ്ദേഹം കൊറോണ വൈറസ് നൽകിയ പേര് ചോദിച്ചാൽ എന്താ? നേവൽ കൊറോണ എന്നാണ്. ഓപ്ഷൻ സി ആണ്. നേവൽ കൊറോണ എന്നാണ്. 56ാമത്തെ ചോദ്യം, 2019 COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത പട്ടണം ഏതാണ്? 2019 COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത പട്ടണം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. ചൈനയിലെ വുഹാനിലാണ്. 57 ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്?
ചൈനക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഏത് രാജ്യത്തായിരുന്നു റിപ്പോർട്ട് ചെയ്തത്? തായ്ലാൻഡിൽ അല്ലേ? ഓപ്ഷൻ എ ആണ്. തായ്ലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ചൈനക്ക് പുറത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? COVID-19 റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിലായിരുന്നു അല്ലേ? നമ്മുടെ കേരളത്തിലായിരുന്നു ഏത് COVID-19 ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇനി കേരളത്തിൽ രണ്ടാമതായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കേരളത്തിൽ രണ്ടാമതായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല എവിടെയായിരുന്നു? കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരാണ്. രണ്ടാമത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. ഒന്നാമത് തൃശ്ശൂരാണ്. കേരളത്തിൽ രണ്ടാമതായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഒന്നാമത് എവിടെയാ? ഒന്ന് തൃശ്ശൂർ, രണ്ട് ആലപ്പുഴ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 മരണം സംഭവിച്ച സംസ്ഥാനം ഏതാണ്? നമ്മൾ COVID-19 സ്ഥിരീകരിച്ചത് എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ COVID-19 ബാധിച്ചിട്ട് മരണം സംഭവിച്ച സംസ്ഥാനം ആദ്യമായിട്ട് എവിടെയായിരുന്നു? നമ്മുടെ കർണാടകയിലാണ്. ഓപ്ഷൻ എ ആണ്, കർണാടകയിലാണ്. 61ാമത്തെ ചോദ്യം, ഗൾഫ് നാടുകളിലെ ആദ്യത്തെ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഗൾഫ് നാടുകളിലെ ആദ്യത്തെ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു? ബഹ്റൈനിലാണ്. ഇനി 62, കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? എവിടെയായിരുന്നു? ഫിലിപ്പൈൻസ് ആണ്. ഓപ്ഷൻ ബി ആണ്, ഫിലിപ്പൈൻസിലാണ്. ഇനി ഏഷ്യക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഏഷ്യക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ അത് ഫ്രാൻസിലാണ്. ഓപ്ഷൻ സി, ഫ്രാൻസിലാണ്. ഇനി കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വർഷം ഏതാണ്? കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നാണ്. എന്നായിരുന്നു? 2020 ജനുവരി 30 ആട്ടോ. 2020 ജനുവരി 30 ആണ്. ഇനി 65, ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ്. എന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ്, 2020 മാർച്ച് 11 ആണ്. 2020 മാർച്ച് 11 ഇനി COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചതെന്നാണ്. COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് എന്നായിരുന്നു? 2020 മാർച്ച് 22 ഓപ്ഷൻ ഡി ആണ്, 2020 മാർച്ച് 22. ഇനി 67ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചതെന്നാണ്. ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചത് 2020 മാർച്ച് 25. 2020 മാർച്ച് 25. ഇനി കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് കൊറോണ വൈറസിനെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? നമ്മുടെ കേരളമാണ്. 69ാമത്തെ ചോദ്യം, കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കൊറോണ ബാധിതയെ തുടർന്ന് സംസ്ഥാനം മുഴുവൻ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ സി ആണ്, പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബിലാണ്. 70ാമത്തെ ചോദ്യം, COVID-19 വ്യാപനം തടയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? COVID-19 വ്യാപനം തടയാനായിട്ട് ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതായിരുന്നു? രാജസ്ഥാനാണ്. ഇനി COVID-19 സമൂഹ വ്യാപനം തടയാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച ക്യാമ്പയിൻ ഏതാണ്? COVID-19 സമൂഹ വ്യാപനം തടയാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച സംസ്ഥാന ക്യാമ്പയിൻ ഏതായിരുന്നു? ബ്രേക്ക് ദ ചെയിൻ ആണ് കേട്ടോ. ബ്രേക്ക് ദ ചെയിൻ ആണ്. ചോദ്യം തിരിച്ചായിരിക്കും ചോദിക്കുക. ബ്രേക്ക് ദ ചെയിന് താഴെ തന്നിരിക്കുന്നതിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? കൊറോണയാണ്. ഇനി COVID-19 വ്യാപനത്തെ നേരിടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന ജനകീയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ അറിയപ്പെട്ട ഏത് പേരിലാണ്? COVID-19 വ്യാപനം നേരിടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന ജനകീയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു? ഓപ്ഷൻ എ ആണ്, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആയിരുന്നു അല്ലേ? ഓപ്ഷൻ എ ആണ്, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്നായിരുന്നു. ഇനി ഇതൊന്നും ആവശ്യമില്ല. ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം
ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? ത്വക്കിനാണ് അല്ലെ. ഓപ്ഷൻ എ ത്വക്കിനാണ്. ഫംഗസ് രോഗങ്ങൾ ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? ത്വക്കിനാണ്. ഇനി കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാനയാണ് കേട്ടോ. ഓപ്ഷൻ ബി ഹരിയാനയാണ്. ഇനി കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കൊറോണ വൈറസിന്റെ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനം ഏതായിരുന്നു? ജിം കോർബറ്റ് ആണ്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമായിരുന്നു. ഇനി COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യത്തെ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലേതാണ്? COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യത്തെ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലേതാണ്? ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് ബ്രോങ്സ് മൃഗശാലയാണ്. ഓപ്ഷൻ ബി ആണ് ബ്രോങ്സ് മൃഗശാല. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ഏതായിരുന്നു? 2021 ജനുവരിയിൽ കോവിഡിന്റെ പ്രതിരോധത്തിനായിട്ട് ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ചോദിച്ചാൽ ഏതായിരുന്നു? ജപ്പാനാണ്. ഓപ്ഷൻ ബി ആണ് ജപ്പാനാണ്. 80ാമത്തെ ചോദ്യം, COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആരായിരുന്നു? മനീഷ് കുമാർ ആണ് കേട്ടോ. നമ്മുടെ എയിംസ് ഉണ്ടല്ലോ ഡൽഹിയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള മനീഷ് കുമാറാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വാക്സിൻ സ്വീകരിച്ചത്. ഇനി സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച സംരംഭത്തിന്റെ പേരെന്തായിരുന്നു? പേര്? വാക്സിൻ മൈത്രി എന്നാണ്. ഓപ്ഷൻ സി വാക്സിൻ മൈത്രി എന്നാണ്. ഇനി വിവിധ ഇനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? വിവിധ ഇനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഫംഗസുകളാണ് അല്ലെ. ഓപ്ഷൻ എ ഫംഗസുകളാണ്. വിവിധ ഇനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഏത്? ഫംഗസുകൾ. ഇനി കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ്? കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്ത മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് മെർസും സാൾസുമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് മെർസും സാൾസും. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്ത മറ്റ് രോഗങ്ങളാണ് ഏതൊക്കെ? മെർസും സാൾസും. 84 ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ്? ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ്? ആറാമത്തെയാണ്. ഓപ്ഷൻ ബി ആറാമത്തെയാണ്. 85ാമത്തെ ചോദ്യം, കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ ഏതാണ്? കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് ദിശ 1056 ആണ്. ഓപ്ഷൻ ബി ദിശ 1056 ആണ്. ഇനി COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഏതായിരുന്നു? അത് 1075 ആണ്. 1075. നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിൽ 1056, കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ അത് 1075. 87ാമത്തെ ചോദ്യം, ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത റെക്കോർഡ് നേടിയ ആപ്പ് ഏതാണ്? ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് റെക്കോർഡ് നേടിയ ആപ്പ് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ആരോഗ്യ സേതു ആണ്. ഓപ്ഷൻ സി ആണ് ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പായിരുന്നു. നമ്മുടെ കൊറോണയുമായി ബന്ധപ്പെട്ടിറക്കിയ ആപ്പായിരുന്നു ആരോഗ്യ സേതു എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത ആപ്പാണ് ഇത് ആരോഗ്യ സേതു. ഇനി ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ ഏതായിരുന്നു? കോവിഷീൽഡ് ആണ് കേട്ടോ. കോവിഷീൽഡ് ആണ്. ഓപ്ഷൻ സി കോവിഷീൽഡ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിൻ ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിൻ ഓപ്ഷൻ സി ആണ് കോവാക്സിൻ ആണ് കേട്ടോ. കോവാക്സിൻ ആണ്. 90ാമത്തെ ചോദ്യം, കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ത്വക്ക് രോഗം ഏതാണ്? കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ത്വക്ക് രോഗം ഏതാ? ഓപ്ഷൻ ഡി ആണ് വട്ടച്ചൊറിയാണ്. ഓപ്ഷൻ ഡി വട്ടച്ചൊറി. ഇനി വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? വയറുകടിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്?
ഓപ്ഷൻ എ ആണ് എൻഡമീബ ഹിസ്റ്റോളിക്കയാണ്. എൻഡമീബ ഹിസ്റ്റോളിക്ക വയറുകടിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ചോദിച്ചാൽ ഏതാ? എൻഡമീബ ഹിസ്റ്റോളിക്കയാണ്. ഇനി വയറുകടി ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? വയറുകടി ബാധിക്കുന്ന ശരീര അവയവം ചോദിച്ചാൽ അത് ചെറുകുടലാണ്. ഓപ്ഷൻ ബി ചെറുകുടലാണ്. വയറുകടി ബാധിക്കുന്ന ശരീരാവയവം ചോദിച്ചാൽ ഏതാ? ചെറുകുടലാണ്. ഇനി മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാ? പ്ലാസ്മോഡിയമാണ് അല്ലെ. ഓപ്ഷൻ സി പ്ലാസ്മോഡിയമാണ്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് ഇത് പ്ലാസ്മോഡിയം. ഇനി മലമ്പനി ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? മലമ്പനി ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതിനൊക്കെയാ? വൃക്കയെ ബാധിക്കാറുണ്ട്, പ്ലീഹയെ ബാധിക്കാറുണ്ട്, കരളിനെ ബാധിക്കാറുണ്ട്. മലമ്പനി ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതൊക്കെയാ? വൃക്ക, പ്ലീഹ, കരൾ ഇവയൊക്കെ എന്തുണ്ട്? നമ്മുടെ മലമ്പനി ബാധിക്കാറുണ്ട്. 95ാമത്തെ ചോദ്യം, മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാ? മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഓപ്ഷൻ സി ആണ് അനോഫിലസ് പെൺകൊതുകുകളാട്ടോ. മലമ്പനി പരത്തുന്ന കൊതുകുകൾ ചോദിച്ചാൽ ഏതാ? അനോഫിലസ് പെൺകൊതുകുകളാണ്. 96ാമത്തെ ചോദ്യം, ലോക കൊതുക് ദിനം എന്നാണ്? ലോക കൊതുക് ദിനം എന്നാണ്? എന്നാ ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം ചോദിച്ചാൽ എന്നാ ഓഗസ്റ്റ് 20. ഇനി ലോക മലേറിയ ദിനം എന്നാണ്? ലോക മലേറിയ ദിനം ഓപ്ഷൻ എ ആണ് ഏപ്രിൽ 25 ഓപ്ഷൻ എ ഏപ്രിൽ 25 ഇത് ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത്. 98ാമത്തെ ചോദ്യം, മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏതാണ്? തന്നിരിക്കുന്നതിൽ മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏതാണ്? ഓപ്ഷൻ എ ആണ് ക്യുനൈൻ ആണ്. ഓപ്ഷൻ എ ക്യുനൈൻ ആണ്. 99 മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ് റൊണാൾഡ് റോസ് ആണ്. ഓപ്ഷൻ എ റൊണാൾഡ് റോസ് ആണ്. മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റൊണാൾഡ് റോസ്. ഇനി 100ാമത്തെ ചോദ്യം, മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തി ആരാണ്? മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തി ചോദിച്ചാൽ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് അലക്സാണ്ടർ ആണ്. ഓപ്ഷൻ സി അലക്സാണ്ടർ ആണ്. 101 വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം ഏതാണ്? വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ഓപ്ഷൻ സി മന്താണ് അല്ലെ. ഫൈലേറിയൻ വിരകൾ മുഖേന ഉണ്ടാകുന്ന രോഗമാണ് ഇത് മന്ത് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മന്ത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മന്ത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമം എന്താ? ഓപ്ഷൻ ബി ആണ് എലിഫന്റാസിസ് ആണ്. ഓപ്ഷൻ ബി എലിഫന്റാസിസ്. മന്ത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്താ? എലിഫന്റാസിസ്. ഇനി മന്ത് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? മന്ത് ഉണ്ടാകാൻ കാരണം തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഫൈലേറിയൻ വിരകളാണ് അല്ലേ. ഓപ്ഷൻ ഡി ഫൈലേറിയൻ വിരകളാണ്. 104ാമത്തെ ചോദ്യം, മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാണ്? മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൽബൻഡസോൾ ആണ്. ഓപ്ഷൻ ബി ആൽബൻഡസോൾ. മന്ത് രോഗത്തിനെതിരെ നൽകുന്ന ഗുളിക ഏതാ? ആൽബൻഡസോൾ ആണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത് രോഗികളുള്ള ജില്ല ഏതാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത് രോഗികളുള്ള ജില്ല ഏതാണ്? ഏതാ? ആലപ്പുഴയാണ് അല്ലെ. ഓപ്ഷൻ ബി ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത് രോഗികളുടെ ജില്ല ചോദിച്ചാൽ ഏതാ? ആലപ്പുഴയാണ്. ഇനി ദേശീയ മന്ത് രോഗ ദിനം എന്നാണ്? ദേശീയ മന്ത് രോഗ ദിനം എന്നാണ്? എന്ന ഓപ്ഷൻ ബി നവംബർ 11 ദേശീയ മന്ത് രോഗ ദിനമാണെന്ന് നവംബർ 11. ഇനി അശാസ്ത്രീയ ഭക്ഷണക്രമം മൂലം കരളില് കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഫാറ്റി ലിവർ ആണ്. ഫാറ്റി ലിവർ. അശാസ്ത്രീയമായ ഭക്ഷണക്രമം മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഇത് ഫാറ്റി ലിവർ. ഇനി ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ ഏതാണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ് ഹൃദയാഘാതമാണ്. ഓപ്ഷൻ സി ഹൃദയാഘാതം. ഇനി ശരീരത്തിൽ ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏതാണ്? ശരീരത്തിൽ ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പ്രമേഹമാണ്. ഓപ്ഷൻ ഡി പ്രമേഹമാണ്. ശരീരത്തിൽ ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് ഇത് പ്രമേഹം. ഇനി മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ ഏതാണ്?
മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, പക്ഷാഘാതമാണ് അല്ലെ. ഓപ്ഷൻ ഡി പക്ഷാഘാതം. 111 മദ്യത്തിന്റെ അമിത ഉപയോഗം മൂലം കരളിലുണ്ടാകുന്ന രോഗം ഏതാണ്? മദ്യത്തിന്റെ അമിത ഉപയോഗം മൂലം കരളിലുണ്ടാകുന്ന രോഗമാണേത്? ഓപ്ഷൻ ബി ആണ്, ലിവർ സീറോസിസ് ആണ്. ഓപ്ഷൻ ബി ലിവർ സീറോസിസ്. 112 അമിത പുകവലി കാരണം ശ്വാസകോശത്തിൽ നിയന്ത്രണാതീതമായി കോശങ്ങൾ വളരുന്ന അവസ്ഥ ഏതാണ്? അമിത പുകവലി കാരണം ശ്വാസകോശത്തിൽ നിയന്ത്രണാതീതമായി രോഗങ്ങൾ വളരുന്ന അവസ്ഥ ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, അർബുദമാണ് കേട്ടോ. ക്യാൻസർ ആണ് അല്ലെങ്കിൽ അർബുദമാണ്. ഇനി ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗം മൂലം ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏതാണ്? ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗം മൂലം ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥ ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, കൊളസ്ട്രോൾ ആണ്. ഓപ്ഷൻ ബി കൊളസ്ട്രോൾ ആണ്. 114 ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്താ? വ്യായാമക്കുറവാണ് അല്ലേ. ഓപ്ഷൻ ഡി വ്യായാമക്കുറവാണ്. ഇനി 115 ചോദ്യം, ചിട്ടയില്ലാത്ത ജീവിത രീതിയാൽ പിടിപെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചിട്ടയില്ലാത്ത ജീവിത രീതിയാൽ പിടിപെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാ? ജീവിത ശൈലി രോഗങ്ങൾ എന്ന പേരിലല്ല. ഓപ്ഷൻ ബി ജീവിതശൈലി രോഗങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ചോദിച്ചാൽ ഒന്ന് പൊണ്ണത്തടി, രണ്ടാമത് കൊളസ്ട്രോൾ, പിന്നെ ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, അതുപോലെ അതിറോസ്ക്ലീറോസിസ്. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് കേട്ടോ. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് ഇതൊക്കെ: പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ആർത്രൈറ്റിസ്, അതുപോലെ രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, പിന്നെ അതിറോസ്ക്ലീറോസിസ്.